ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എല്ലാവരും കഴിഞ്ഞോ? ഞങ്ങൾ ഇവിടെ ഇന്നലെ കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ. പിന്നെ ഇന്ന് ഞങ്ങളിങ്ങ് വീട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോകും. മക്കളൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പിന്നെയും വരും. അപ്പം ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോകും. ഇപ്പം എല്ലാം ഒതുക്കിയിട്ട് ഞാനിടുന്ന വീഡിയോസ് 2 ദിവസത്തെയാണ്. ഇന്നത്തെയും കൂടാണ്. അങ്ങനെ 2 ദിവസത്തെയാണ് ഇടുന്നത്. കപ്പ അടപ്പത്തായിരിക്കുന്നു. ബീഫ് കറിയാണ്. അത് മുറ്റത്ത് തന്നെ വെച്ച് കറി വെച്ചതാണ്. വെന്ത് കഴിഞ്ഞപ്പോഴാണ് പെരയിലോട്ട് കൊണ്ടുവച്ചതാണ്. ചോറ് അടുപ്പത്തായേ തിളച്ച് വരുന്നു. തീ നമ്മൾ ഊതണ്ട, തന്നെ വിറക് വെച്ച് കൊടുത്താൽ മതി. തന്നെ കാറ്റ് കൊണ്ടങ്ങ് കത്തിക്കോളും. ഫോൺ എടുത്തപ്പോഴേ ഓടി കൂട്ടുകാരെ. ആ പെണ്ണ് ഫോണിനകത്തോണ്ടൊക്കെ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നു. വെയിലാ കൂട്ടുകാരേ. നമുക്ക് നാളെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ കയറ് മാറണം കേട്ടോ. ഊഞ്ഞാല് കഴിഞ്ഞ ഈ ഓണത്തിന് മാറിയില്ല. അപ്പം നമുക്കത് മാറണം. അപ്പം ചേട്ടൻ കപ്പയൊക്കെ ഇളക്കി വെച്ചു. അപ്പോൾ മോളാണെങ്കിൽ ഇങ്ങനെ അരപ്പിട്ട കപ്പ കഴിക്കത്തില്ല. അവൾ പുഴുങ്ങിയേ തിന്നത്തുള്ളൂ. അപ്പം ഞാൻ പുഴുങ്ങിയില്ല, ഇങ്ങനെ വേവിക്കാൻ എടുത്തതിനകത്തുനിന്ന് കുറച്ച് അരപ്പിടുന്നതിന് മുന്നേ അങ്ങ് മാറ്റി വെച്ചു. അപ്പം ഞാനിങ്ങനെ സൗണ്ടിൽ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ പെരയ്ക്കകത്ത് മോള് പാട്ടൊക്കെ ഇട്ട് അരപ്പിക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടി. ഇനി ചിലപ്പോൾ ഇനി കോപ്പിറൈറ്റ് എങ്ങനെ ആവും നമുക്കറിയുന്നില്ലല്ലോ. അറിയാത്തതുകൊണ്ട് ഒരു പ്രയാസം. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തുടുപ്പിൽ നിന്ന് എടുത്തിരുന്നത്. ഞാൻ ഇവിടെ തുടുപ്പ് നോക്കിയപ്പോൾ കണ്ടില്ല. ഞാൻ പിന്നെ ചപ്പാത്തി പരത്തുന്നതിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ കപ്പ ചേട്ടനെ കൊണ്ട് ഇളക്കിച്ചതേ. പാട്ടിട്ട് അരപ്പിച്ചേക്കുക. അതുകൊണ്ട് ചേട്ടനെ ഭയങ്കര ഡാൻസിലൊക്കെ കഴിക്കാനെടുത്ത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഫോൺ ഓണാക്കി വെച്ചിരുന്ന അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഡാൻസിലൊക്കെയാണ്. അപ്പോൾ കപ്പയും കല അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നു. പിന്നെ ഞാനതെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചേ. ഡാൻസ് കളിച്ചൊക്കെ കപ്പ് വാങ്ങിക്കുന്നത് കേട്ടോ. ഫോൺ ഓൺ ആക്കുമ്പോഴാണ് എല്ലാവരും സൈലൻ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ വരുന്ന കാണുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോവും. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമാണ് എല്ലാം കൂടെ. ചേട്ടനും മക്കളും എല്ലാം കൂടെ പാട്ട് ഓണാക്കി ഇട്ടിട്ട് ഡാൻസും ബഹളവാ. അപ്പം ഞാനത് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അതൊക്കെ പിടിച്ച് വീഡിയോ ഇടണമെന്ന്. പിന്നെയും വിചാരിക്കും പിള്ളമാരെങ്ങാനും മോഡയിലെങ്ങനെ കിട്ടി എന്നെ ഇടിക്കും. അങ്ങനെ ഭയങ്കര ബഹളവാ വീട്ടിൽ. അപ്പോൾ കപ്പയും കറിയും എല്ലാവർക്കും കൂടെ കഴിക്കാം. അവന്മാർ വന്നില്ല. അവന്മാരെല്ലാവരും തിരക്കാന്ന് പറഞ്ഞു. മൂത്ത മരുമോൾ ജോലിക്ക് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ആരും വന്നില്ല. വലിയ മോൻ പിന്നെ ഇടയ്ക്കൊന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അന്നേരം ഞാൻ ഇവിടെ ഇച്ചിരി ജോലിയിലായിരുന്നു. അപ്പോൾ അത് ഓർത്തതുമില്ല. അയാൾ വന്നൊന്ന് വട്ടമടിച്ച് അയാളുടെ പങ്കെടുത്തിട്ട് അയാളങ്ങ് കഴിച്ചിട്ട് അയാൾ പോയി. പിന്നെ കൊച്ചത് വൈകുന്നേരമാണ് വന്നത്. അതവിടെ അങ്ങ് നമ്മുടെ അടുത്ത് ഓമല്ലൂർ വീട്ടിലുണ്ട്. ഞങ്ങളിങ്ങി പോന്നു. അപ്പോൾ മോളും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഫോൺ ഓണാക്കി വെച്ചതാന്നേ. അറിഞ്ഞിരുന്നെങ്കിൽ വരത്തില്ല. കണ്ടോ, കണ്ടപ്പോഴേ തിരിച്ചു പോയേ കണ്ടോ. അവിടെ ജനലിലൂടെ വെച്ചേക്കുന്ന കണ്ട് അന്നേരം ഓടി. എൻ്റെ ഫോണ് കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഓട്ടവാ. വെള്ളക്കാന്താരി കണ്ടോ കൂട്ടുകാരേ. ഒരാൾ ഭയങ്കര ജോലിയിലാണ്. നോക്ക്, ഇവിടുത്തെ പോച്ചയൊക്കെ ഞാൻ ഒരുവിധം അറുത്തായിരുന്നു. പക്ഷെ എൻ്റെ വേരൊക്കെ ഇരിക്കുന്നതെല്ലാം കൂന്താലിക്ക് കൊത്തി ഇളക്കി ഇടുവാണേ. ഇത്ര ഇടയും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം തെളിച്ചിട്ടേക്കുക. ഒക്കെ തെളിച്ചിട്ടേക്കുക. അത്ര ഇടയും കൂടെ. നാളെ തൊട്ട് ചേട്ടന് ജോലിയുണ്ട്. ചേട്ടനെ കിട്ടത്തില്ല. ഇന്ന് മോള് വന്നില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മോക്ക് ഇന്ന് ജോലിയുണ്ട്. അതുകൊണ്ട് മോള് വന്നില്ല. ഇനി കൊച്ചു മോൻ അവിടെ ഉണ്ട്. അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ. അപ്പോൾ ബായ് കൂട്ടുകാരേ.